നമസ്കാരം. കഴിഞ്ഞ ജൂൺ 12-ന് എയർ ഇന്ത്യ ബോയിംഗ് ഡ്രീം ലൈനർ വിമാനം തകർന്നത് സംബന്ധിച്ച അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് വെള്ളിയാഴ്ച പുറത്തുവന്നേക്കും. വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന വിതരണം നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ സംബന്ധിച്ചാണ് പ്രധാനമായും പരിശോധന നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകളിലുള്ളത്. സ്വിച്ചുകൾക്ക് സ്ഥാനചലനം സംഭവിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. എഞ്ചിനിലേക്കുള്ള ഇന്ധന വിതരണം വിച്ഛേദിച്ചതാണോ അപകട കാരണമെന്ന് സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇത് മനഃപൂർവ്വമോ അബദ്ധത്തിലോ നീക്കിയതാണോ എന്നതിലടക്കം പരിശോധനകൾ നടക്കുകയാണ്. അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വിമാനം തകർന്നു വീഴുന്നതിന് തൊട്ടു മുൻപ് ഇന്ധന നിയന്ത്രണ സ്വിച്ചിന് സ്ഥാനചലനം സംഭവിച്ചിരുന്നുവെന്നാണ് ഫ്ലൈറ്റ് ഡേറ്റ, കോക്ക്പിറ്റ് വോയിസ് റെക്കോർഡർ എന്നിവയിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത്. ഇതിനെ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാന അന്വേഷണം. ദ എയർ കറന്റ് എന്ന വ്യോമയാന പ്രസിദ്ധീകരണത്തിലാണ് സ്വിച്ചുകളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുള്ള ആദ്യ റിപ്പോർട്ട് പുറത്തുവന്നത്. വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന വിതരണം നിയന്ത്രിക്കുകയാണ് ഈ സ്വിച്ചുകൾ. ഈ സ്വിച്ചുകൾക്ക് പെട്ടെന്നുള്ള സ്ഥാനചലനം ഉണ്ടാകാനാകില്ലെന്ന് US വ്യോമസേന സുരക്ഷാ വിദഗ്ധൻ ജോൺ കോക്സ് പറയുന്നു. ചെറിയ ഒരു നീക്കം കൊണ്ട് അനങ്ങുന്നതല്ല ഇവ. ഇവയിൽ ഒന്ന് അമരുന്ന പക്ഷം തന്നെ വിമാനത്തിലെ വൈദ്യുതി നഷ്ടമാകുമെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം വിമാനത്തിന് സാങ്കേതിക തകരാറൊന്നും അന്വേഷണത്തിൽ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുമില്ല. വെള്ളിയാഴ്ചയുടെ അപകടം സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. അന്വേഷണത്തിന് 30 ദിവസത്തെ സാവകാശമാണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ കാലാവധി ഈ ആഴ്ച പൂർത്തിയാകും. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ആണ് റിപ്പോർട്ട് സമർപ്പിക്കുക. അന്വേഷണ വിവരങ്ങൾ കേന്ദ്രം പരസ്യപ്പെടുത്തുമോ എന്നതിൽ വ്യക്തതയില്ല. 2020-ലെ കരിപ്പൂർ വിമാനത്താവള അപകടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഇന്ത്യ ഇതുവരെ പുറത്തുവിട്ടിരുന്നില്ല. ജൂൺ 12-നാണ് ലണ്ടനിലേക്ക് പോകുവാനായി അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനർ ശ്രേണിയിലെ IX7878 വിമാനം സെക്കൻഡുകൾക്കുള്ളിൽ തകർന്നു വീണത്. സമീപത്തുള്ള മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം തകർന്നു വീണത്. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി, മലയാളി നഴ്സ് രഞ്ജിതയും അടക്കം 242 പേരായിരുന്നു ഈ വിമാനത്തിൽ സഞ്ചരിച്ചത്. ഒരു യാത്രക്കാരൻ ഒഴികെ മറ്റെല്ലാവരും ദുരന്തത്തിൽ മരിച്ചു. ഇതിന് പുറമെയാണ് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന നിരവധി പേരും പ്രദേശവാസികളും ദുരന്തത്തിന് ഇരയായത്. അപകടത്തിൽ 275 പേർ മരിച്ചു എന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം. വിമാനത്തിലെ എമർജൻസി എക്സിറ്റിന് സമീപം ഇരിക്കുകയായിരുന്ന വിശ്വാസ് കുമാർ രമേശിന് ജീവൻ രക്ഷപ്പെട്ടത് അത്ഭുതകരമായിരുന്നു. തീഗോളങ്ങൾക്കിടയിൽ നിന്ന് വിശ്വാസ് കുമാർ രക്ഷപ്പെട്ടു വരുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റൊരു ദൃശ്യവും പുറത്തു വന്നിരുന്നു. ഈ അപകടത്തെ അതിജീവിച്ച വിശ്വാസ് അപകടമുണ്ടായ ഇടത്തേക്ക് നടന്നു നീങ്ങുകയും പിന്നീട് പുറത്തു വരികയും ചെയ്തത് സംശയാസ്പദമെന്നാണ് പലരും കമന്റായി ഈ ദൃശ്യങ്ങളിൽ കുറിച്ചത്. വിമാനത്തിലെ യാത്രക്കാരുടെ വിവരങ്ങളും വിശ്വാസ് കുമാർ രമേശിന്റെ ബോർഡിംഗ് പാസും പല മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചതിനാൽ അദ്ദേഹം വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നത് ഉറപ്പായിരുന്നു. വളരെ കുറച്ച് ആളുകൾ മാത്രമുള്ളപ്പോൾ രമേശ് അപകട സ്ഥലത്ത് നിന്ന് ആദ്യം പുറത്തു കടന്ന് അതേ വിമാനത്തിലുണ്ടായിരുന്ന തന്റെ സഹോദരനെ അന്വേഷിക്കുവാൻ 2 തവണ തിരികെ പോകുവാൻ ശ്രമിച്ചുവെന്നായിരുന്നു കണ്ടെത്തൽ. വൈറൽ ക്ലിപ്പിൽ വിശ്വാസ് കുമാർ രമേശ് അപകട സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത് കാണിക്കുന്നുണ്ട്. അദ്ദേഹം പ്രവേശിച്ച കോമ്പൗണ്ട് മതിലിനടുത്ത് ഒരു സ്കൂട്ടർ പാർക്ക് ചെയ്തിരിക്കുന്നതും ചുറ്റും കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളതും വ്യക്തമാണ്. രണ്ടാമത് പുറത്തുവന്ന ദൃശ്യങ്ങൾ പ്രകാരം സഹോദരനെ രക്ഷിക്കുവാനായി പലതവണ ആ കോമ്പൗണ്ടിലേക്ക് വിശ്വാസ് പ്രവേശിക്കുന്നതാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വിമാന അപകടത്തിൽ അന്വേഷണ സംഘവും അട്ടിമറി സാധ്യത തള്ളിയിട്ടില്ല. മെയിന്റനൻസ്, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജീവനക്കാരെ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചോദ്യം ചെയ്തിരുന്നു. ഇവരുടെ മൊബൈൽ ഫോണുകൾ അടക്കം പിടിച്ചെടുത്തിരുന്നു. എയർ ഇന്ത്യ ഡ്രീം ലൈനർ ടേക്ക് ഓഫിന് മുൻപ് പരിശോധിച്ച് ക്ലിയറൻസ് നൽകിയത് ഇവരായിരുന്നു. വിമാനത്തിന്റെ ഉൾവശം വൃത്തിയാക്കൽ, ഇന്ധനം നിറയ്ക്കൽ, ഹാൻഡ് സിഗ്നൽ നൽകൽ, വീൽ ചെയർ അസിസ്റ്റന്റ്, ഗേറ്റ് മാനേജ്മെന്റ്, കാർഗോ ലോഡിംഗ് എന്നിവയൊക്കെ ഇവരുടെ ജോലിയാണ്. ഭീകരബന്ധത്തിന്റെ സാധ്യതയും അന്വേഷണ സംഘം തള്ളിക്കളഞ്ഞിട്ടില്ലെന്ന് പ്രമുഖ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതിനിടെ കാനഡയിൽ പരിശീലന പറക്കലിനിടെ ചെറു വിമാനങ്ങൾ കൂട്ടിയിടിച്ച് തൃപ്പൂണിത്തറ സ്വദേശി ശ്രീഹരി സുകേഷ് ഉൾപ്പെടെ 2 പേർ മരിച്ചു. കാനഡയിലെ മാനിറ്റോബയിൽ സ്റ്റെയിൻബാഗ് സൗത്ത് എയർപോർട്ടിന് സമീപം ചൊവ്വാഴ്ച രാവിലെ 8:45-നാണ് അപകടം സംഭവിച്ചത്. കൊമേഴ്സ്യൽ പൈലറ്റ് ആകാനുള്ള പരിശീലനം നടത്തുന്നതിനിടെയാണ് ശ്രീഹരിക്ക് ദാരുണാന്ത്യമുണ്ടായത്. ആശയവിനിമയത്തിലെ പിഴവ് അപകടത്തിലേക്ക് നയിച്ചു. റൺവേയിലേക്ക് പറന്നിറങ്ങി പൊടുന്നനെ വീണ്ടും പറന്നുയരുന്നതിനുള്ള പരിശീലനത്തിനിടെയാണ് അപകടമുണ്ടായതെന്ന് ഹാവ്സ് എയർ പൈലറ്റ് ട്രെയിനിംഗ് സ്കൂളിലെ പ്രസിഡന്റ് ആദം പെനർ അറിയിച്ചു. ശ്രീഹരിയുടെയും സഹപാഠിയും കാനഡ സ്വദേശിയുമായ സാവന്യയുടെയും വിമാനങ്ങളാണ് ആകാശത്ത് വെച്ച് കൂട്ടിയിടിച്ചത്. പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് വിമാനങ്ങൾക്കിടയിലുള്ള ആശയവിനിമയത്തിൽ സംഭവിച്ച പിഴവാണ് അപകടത്തിലേക്ക് നയിച്ചത്. തിരക്കേറിയ പരിശീലന കേന്ദ്രങ്ങളിൽ വിമാനങ്ങൾ തമ്മിലുള്ള അകലം പാലിക്കുവാനും വ്യക്തമായ ആശയവിനിമയം നടത്തുവാനും കർശന നിയമങ്ങൾ ഉണ്ടായിട്ടും ഈ വീഴ്ച സംഭവിച്ചത് അധികൃതരെ ഞെട്ടിച്ചിട്ടുണ്ട്.
ആശയവിനിമയ സംവിധാനങ്ങളിൽ തകരാറ് മൂലമോ പൈലറ്റുമാർക്ക് എതിർദിശയിലെത്തിയ വിമാനം കാണാൻ കഴിയാതെ പോയതുകൊണ്ടോ ആകാം ദുരന്തമുണ്ടായതെന്നാണ് സൂചന. എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്നതിനു ശേഷം ആകാശത്ത് വെച്ച് കൂട്ടിയിടിച്ച 2 വിമാനങ്ങളും തീപിടിച്ച് എയർ സ്ട്രിപ്പിന് 400 മീറ്റർ അകലെ ഒരു പാടത്താണ് തകർന്നു വീണത്. വിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നത് അപകടത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നു. ഇരുവരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ തൽക്ഷണം മരിച്ചു. കൂട്ടിയിടിച്ച ചെറുവിമാനങ്ങളിൽ പൈലറ്റുമാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ശ്രീഹരി സുകേഷ് സ്വകാര്യ പൈലറ്റ് ലൈസൻസ് നേടിയിരുന്നു. വാണിജ്യ ആവശ്യങ്ങൾക്കായി വിമാനങ്ങൾ പറത്തുവാനുള്ള കൊമേഴ്ഷ്യൽ ലൈസൻസിനുള്ള പരിശീലനത്തിനിടെയായിരുന്നു ഇദ്ദേഹം. ഈ ലൈസൻസ് നേടുന്നതിന് നിർബന്ധിതമായ ടച്ച് ആൻഡ് ഗോ പോലുള്ള അഭ്യാസങ്ങൾ ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. സാവന്യാകട്ടെ സ്വകാര്യ പൈലറ്റ് ലൈസൻസിനായുള്ള പ്രാഥമിക പരിശീലനത്തിലായിരുന്നു. ശ്രീഹരിയുടെ അപകട മരണം സംബന്ധിച്ച് ഫ്ലൈയിംഗ് സ്കൂൾ അധികൃതരാണ് കുടുംബത്തെ വിവരം അറിയിച്ചതെന്ന് ശ്രീഹരിയുടെ അമ്മയുടെ സഹോദരൻ ദീപേഷ് പറഞ്ഞു. ഏറെ ദുഃഖവും തീരാ നഷ്ടവുമാണ് ഈ ഒരു ദുരന്തം കാരണമുണ്ടായത്. മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരെയും ഇതിനായി സമീപിക്കും. എല്ലാവരുടെയും സഹായം ആവശ്യമാണ്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൃപ്പൂണിത്തുറ സ്വദേശികളായ സെൻട്രൽ ബാങ്ക് ഉദ്യോഗസ്ഥൻ സുകേഷിന്റെയും US ഗ്ലോബൽ ഉദ്യോഗസ്ഥയായ ദീപയുടെയും മകനാണ് മരിച്ച ശ്രീഹരി. അദ്ദേഹത്തിന് ഒരു സഹോദരിയുണ്ട്. കനേഡിയൻ ഗതാഗത സുരക്ഷാ ബോർഡ് അപകടത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചു. സമാനമായ സംഭവത്തിൽ രാജസ്ഥാനിലെ ചുരുവിൽ വ്യോമസേനയുടെ യുദ്ധവിമാനം തകർന്നു വീണ് പൈലറ്റ് ഉൾപ്പെടെ 2 പേർ മരിച്ചു. പ്രദേശവാസികളായ 2 പേർക്കാണ് പരിക്കേറ്റത്. സൂരത്ഗഡ് വ്യോമതാവളത്തിൽ നിന്ന് പറന്നുയർന്ന SEP-ECA-T ജഗ്വാർ യുദ്ധവിമാനമാണ് ഭനോദ ഗ്രാമത്തിൽ സമീപമുള്ള വയലിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1:25 തകർന്നു വീണത്. വിമാനം പൂർണ്ണമായും കത്തിനശിച്ചു. പരിശീലന പറക്കലിനിടെയായിരുന്നു അപകടം. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് സമീപമാണ് 2 മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. സംഭവത്തിൽ വ്യോമസേന അന്വേഷണം ആരംഭിച്ചു. അതേസമയം വിമാനം ആകാശത്ത് നിന്ന് തീഗോളമായി പതിക്കുകയായിരുന്നുവെന്നാണ് ഗ്രാമീണർ പറഞ്ഞത്. ഈ വർഷം തകർന്നു വീണ 3ാമത്തെ ജഗ്വാറാണിത്. ഹരിയാനയിലെ പഞ്ച്കുലയിൽ മാർച്ച് 7-നും ഗുജറാത്തിലെ ജാംനഗറിൽ ഏപ്രിൽ 2-നും ജാഗ്വാർ വിമാനങ്ങൾ തകർന്നു വീണിരുന്നു. സിസ്റ്റം തകരാറിനെ തുടർന്നാണ് ഹരിയാനയിൽ അന്ന് വിമാനം തകർന്നു വീണത്. സംയോജിതമായ ഇടപെടലിനെ തുടർന്ന് പൈലറ്റ് അതിസാഹസികമായാണ് രക്ഷപ്പെട്ടത്. തുടർന്ന് 1 മാസത്തിനു ശേഷമാണ് ഗുജറാത്തിലെ ജംനഗർ വ്യോമതാവളത്തിന് സമീപം സാങ്കേതിക തകരാറിനെ തുടർന്ന് മറ്റൊരു ജാഗ്വാർ യുദ്ധവിമാനം തകർന്നു വീണത്. അന്ന് അപകടത്തിൽ പൈലറ്റ് കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സഹ പൈലറ്റിന്റെ ജീവൻ രക്ഷിച്ചാണ് സിദ്ധാർത്ഥ് യാദവ് അന്ന് മരണത്തിന് കീഴടങ്ങിയത്. അപകടത്തിനു ശേഷം ഇന്ത്യൻ വ്യോമസേന അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ജാഗ്വാർ ഫൈറ്റർ ജെറ്റ് ആർ സ്ക്വാഡ്രോണുകളായി 120 ജാഗ്വാർ ഫൈറ്റർ ജെറ്റുകളാണ് ഇന്ത്യക്കുള്ളത്. സിംഗിൾ ഇരട്ട സീറ്റ് വേരിയന്റുകളുള്ള ഇരട്ട എഞ്ചിൻ ഫൈറ്റർ ബോംബറാണ് ജാഗ്വാർ. കരയിലെ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള ദൌത്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. വിന്റേജ് വിമാനങ്ങളായി കണക്കാക്കുന്നവയാണെങ്കിലും വ്യോമസേന വ്യാപകമായി ഉപയോഗിക്കുന്ന വിമാനങ്ങളാണിത്. ബ്രിട്ടീഷ്, ഫ്രഞ്ച് സൂപ്പർസോണിക് ജെറ്റ് ആക്രമണ വിമാനമായ ജാഗ്വാർ ജെറ്റുകൾ 1979 മുതലാണ് IAF-ൽ ഉൾപ്പെടുത്തി തുടങ്ങിയത്. നിലവിൽ 2040 വരെ ഇന്ത്യൻ വ്യോമസേനയിൽ തുടരുമെന്നാണ് റിപ്പോർട്ട്. പരമ്പരാഗത സെപ്റ്റ് വിംഗ് ഡിസൈൻ, 2 അണ്ടർ പവർ റോൾ റോയ്സ് ടർബോമെക്ക അഡോർ എഞ്ചിനുകൾ, 2 30mm പീരങ്കികൾ, വിവിധ തരം റോക്കറ്റുകൾ, മിസൈലുകൾ, ഗൈഡഡ് അല്ലെങ്കിൽ അൺഗൈഡഡ് ബോംബുകൾ എന്നിവ വഹിക്കുവാൻ ശേഷിയുള്ള 7 ഹാർഡ് പോയിന്റുകൾ ജെറ്റിന്റെ സവിശേഷതയാണ്. IAF മിറേജ്, IAF Su-30MKI എന്നിവയ്ക്കൊപ്പം സംഘർഷ മേഖലയിൽ ജാഗ്വാറിനെ സജീവമായി വിന്യസിക്കുന്ന ലോകത്തിലെ ഏക രാജ്യമാണ് ഇന്ത്യ. 1999-ലെ പാകിസ്ഥാനുമായുള്ള കാർഗിൽ യുദ്ധത്തിൽ ജാഗ്വാർ സജീവ പങ്ക് വഹിച്ചിട്ടുണ്ട്.